ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ ഇന്റലും മൈക്രോസോഫ്റ്റും എല്ലാം തന്നെ 11-15% ശക്തമായ റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും FIS ഇന്നലെ 3600 കോടി രൂപയ്ക്ക് ബൈ നടത്തി. അതിന് മുന്നത്തെ ദിവസം 2900 രൂപക്ക്, അതിന് മുന്നത്തെ ദിവസം 700 കോടി രൂപക്കും. അപ്പോൾ തുടർച്ചയായിട്ട് FIS ഇന്ത്യൻ മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വലിയ ഫിഗറിൽ ബൈ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതിനു മുമ്പ് ഇന്ന് റിസൾട്ട് വരുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. ഒരുപാട് കമ്പനീസിൻ്റെ വലിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. മാരുതി, ITC, ബജാജ് ഫിൻസർവ്, IOC, ആദിത്യ ബിർള ക്യാപിറ്റൽ, ABB ഇന്ത്യ, സൺഫാർമ, ഡിക്സൺ ടെക്, ഗെയിൽ, ശ്രീ സിമൻറ്റ്, നാൽക്കോ, SGVN, ബ്ലൂ ഡാർട്ട്, ആധാർ ഹൗസിങ്, കജാരിയ സെറാമിക്, ഗ്ലെൻമാർക്ക് ഫാർമ. ഇത് മാത്രമല്ല, ഇതല്ലാതെയും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ചെക്ക് ചെയ്യുക. ഇനി ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും താഴെ കാണാൻ US വിക്സ് 16% ക്രാഷ് ചെയ്ത് 14. നാസ്ഡാക്കും ഡോയും ശക്തമായ റാലി. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഈവൻ നാസ്ഡാക്കും ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡും 4091, നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഒരു 5% ഒരു ചെറിയൊരു ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ വലിയ നെഗറ്റിവിറ്റി ആസ് ഓഫ് നൗ കാണുന്നില്ല. സ്റ്റോക്കുകളിലെ വാർത്തയിൽ മസഡോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ്, ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് നിങ്ങൾക്ക് ബിറ്റ് കോയിനിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ഫ്രീ ആണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ മാത്രം ട്രേഡ് ചെയ്താൽ മതി. കാരണം ഇത് നമ്മൾ ആരെയും പുഷ് ചെയ്യുന്നതല്ല. പിന്നെ ഇത് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ITR ഫയൽ ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത സമയത്ത് നമുക്ക് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്. സ്റ്റോക്കിൻ്റെ ന്യൂസിൽ ആദ്യം മസഡോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 21% വർധനവ് രേഖപ്പെടുത്തി 549 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. ടാറ്റ സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റ് 11% വർധനവ്. JBM ഓട്ടോ 14% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ്. സ്വിഗ്ഗി നെറ്റ് ലോസ് ആണെങ്കിൽ കൂടിയും ലോസ് കുറച്ചുകൊണ്ട് വന്നു. സാറ്റിൻ ക്രെഡിറ്റ് കെയർ കമ്പനി 45 നിന്ന് 123 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ 34 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ടോറൻറ്റ് ഫാർമ 540 നിന്ന് 566 പ്രോഫിറ്റ് ഉയർന്നു. AVL അഗ്രി കമ്പനി 236 നിന്ന് 350 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ആസ്ട്ര മൈക്രോവേവ് ഇവർക്ക് 2000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സിൽവർ ടെക് കമ്പനി 4 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. NSTL 89 കോടി രൂപയിൽ നിന്ന് 98 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ആരതി ഇൻഡസ്ട്രീസ് 43 കോടി രൂപയിൽ നിന്ന് 155 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. അപ്പോൾ ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫ്രീ കോഴ്സ് വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.